അതിനിടെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും. കടുത്തുരുത്തിയിൽ നിർമ്മല ജിമ്മിയും തൊടുപുഴയിൽ സിറിയക് ചാഴിക്കാടനും സ്ഥാനാർത്ഥികളാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജിന് സീറ്റില്ല. കൂടുതൽ വിജയസാധ്യത കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്നാണ് സ്റ്റീഫൻ ജോർജ് പറയുന്നത്. കാണാം അപ്രതികരണം. ഇത്തവണത്തെ പ്രത്യേകത കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ 12 സീറ്റും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്താൻ വേണ്ടി പാർട്ടി ആലോചിച്ചത്. ആ നിലയ്ക്ക് വളരെ നാളുകളായി ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഓരോ നിയോജകമണ്ഡലത്തെക്കുറിച്ചും പഠിച്ച് അവിടുത്തെ ഇക്വേഷൻസ് എല്ലാം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷയാണ്. നമ്മളെ കുറേ കൂടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ എന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. തന്നെയുമല്ല എനിക്ക് കൂടുതൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി നിലയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാനുണ്ട്. ഈ കാരണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ, മറ്റൊരു കാരണവുമില്ല. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, സ്റ്റീഫൻ ജോർജ് നേരത്തെ കടുത്തുരുത്തിയെ പ്രതിനിധീകരിച്ചിരുന്ന MLA ആണ്. പക്ഷേ സ്റ്റീഫൻ ജോർജിന് ഇത്തവണ സീറ്റില്ല. ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജും തമ്മിൽ തെറ്റിയതാണോ അതോ സ്റ്റീഫൻ ജോർജ് സ്വയം മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞതാണോ? എന്തായാലും അതൊരു അത്ഭുതമായി തന്നെ നമുക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ മോൻസ് ജോസഫുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ക്ലോസ് ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തവണയും സ്റ്റീഫൻ ജോർജിന് തന്നെ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പലരും ഇരുന്നത്. എന്നാൽ എന്തുകൊണ്ടോ സ്റ്റീഫൻ ജോർജിന് ഇത്തവണ സീറ്റില്ല. നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ചുമതലയുണ്ട്, അതുപോലെ തന്നെ പുതുമുഖങ്ങൾക്ക് കൂടുതൽ വിജയ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി താൻ മാറിക്കൊടുക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് സ്റ്റീഫൻ ജോർജ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതുതന്നെയാണ് നിലവിലെ സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും സ്റ്റീഫൻ ജോർജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. നിലവിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ എല്ലാ ചുമതലകളും സ്റ്റീഫൻ ജോർജിന് തന്നെയായിരുന്നു. അദ്ദേഹവും ജോസ് കെ മാണിയും ഒക്കെ ഇരുന്നാണ് ആ സീറ്റ് ചർച്ചകളെല്ലാം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉയരുന്നത് കഴിഞ്ഞ തവണ അത്രയും ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവന്ന മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവന്ന വ്യക്തിയെ എന്തിനെ മാറ്റി നിർത്തി എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അതിന്റെ ഉത്തരം എന്തായാലും ജോസ് കെ മാണി വരും ദിവസങ്ങളിൽ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ പറയൂ ടോബി. പറയാം, തുടരാം. മറ്റു സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ദിലീപ് കുമാർ, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് തൊടുപുഴ സീറ്റിന്റെ കാര്യമാണ്. തൊടുപുഴ സീറ്റിൽ സിറിയക് ചാഴികാടൻ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു യുവ നേതാവിനെ തന്നെ തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് അവിടെ ഒരു അട്ടിമറി വിജയം നേടാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ MLA-മാർ 5 പേരും മത്സരിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി പട്ടികയും വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് ഒരു പ്രതിഷേധം ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ദിലീപ് കുമാർ. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും. കടുത്തുരുത്തിയിൽ സ്റ്റീഫൻ ജോർജിന് സീറ്റില്ല. നിർമ്മല ജിമ്മിയാണ് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.